സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തോ വിലയാ. ദേ ഒരിത്തിരി പച്ചക്കറി, ഒരു അരക്കിലോ ആപ്പിളും വാങ്ങിച്ചപ്പോഴത്തെ എൻ്റെ 1 മാസത്തെ പെൻഷൻ തീർന്നു കിട്ടി. ദാക്ഷായണിയേ, അല്ലെങ്കിൽ വേണ്ട, അവളെ ഇപ്പൊ വിളിക്കണ്ട. അവളെ വിളിച്ചു കഴിഞ്ഞാലേ ഞാൻ കൊതിച്ചൊരു അരക്കിലോ ആപ്പിൾ വാങ്ങിച്ചതാ. അവളത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും, ദേ മനുഷ്യനെ, നിങ്ങൾക്ക് ഷുഗറാണ്, നിങ്ങൾക്ക് പഞ്ചാര തിന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഇതെടുത്തോണ്ട് പോയി അവൾ തന്നെ തിന്നുകയും ചെയ്യും ദുഷ്ട. അതുകൊണ്ട് ഞാനിതേ അവൾ അറിയാതെ ഒരെണ്ണമെങ്കിലും ഒന്ന് എടുത്ത് തിന്നേച്ച് അങ്ങോട്ട് പോകുന്നുള്ളൂ. നല്ല വിളഞ്ഞ് തൊടുത്ത് പഴുത്ത് എവനെ ഒന്ന് തിന്നിട്ട് തന്നെ കാര്യം. എന്തിനാ ഇതൊക്കെ പറയുന്നത്? തിന്നാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വായി പല്ല് വേണ്ടേ? അവനിന്ന് രാവിലെ തുടങ്ങിയ പൂരപ്പാട്ട്. എടാ കോശിയേ, എന്താ അവിടെ? എടാ നീ എന്തിനാടാ എന്നെ ദിവസം പണ്ട് വെള്ളമൊക്കെ അടിച്ച് എന്നെ ചീത്ത വിളിക്കുന്നത്? എടാ ഞാൻ നിനക്ക് ഉപകാരമല്ലേ ചെയ്തിട്ടുള്ളൂ. ഇതും കൊണ്ട് ഒരൊറ്റ ഏറ് തന്നാണ്ടല്ലോ നിന്റെ താലേ തെറിഞ്ഞു പോവും. അല്ല പിന്നെ നിങ്ങൾക്കറിയാമോ യവനെ എന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നതെന്ന്? ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? യവൻ്റെ വീട്ടു പഠിക്കാൻ കൂടെ പോകുമായിരുന്നു. അപ്പോൾ യവൻ്റെ ഒരു കൊച്ച് 5-6 വയസ്സേ ഉള്ളൂ. അവൻ്റെ വീട്ടിൽ വരാൻ ഇരുന്ന് ഇംഗ്ലീഷ് പഠിക്കുക. മൈ ഹെഡ് ടീച്ചറിൻ്റെ തല, മൈ ഹെഡ് ടീച്ചറിൻ്റെ തല. അപ്പം ഞാൻ പറഞ്ഞു, മോളെ മൈ ഹെഡ് ടീച്ചറിൻ്റെ തലയല്ല, മൈ ഹെഡ് എൻ്റെ തല, മൈ ഹെഡ് എൻ്റെ തല, നല്ലപോലെ നോക്കി പഠിച്ചു വച്ചേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. മനസ്സിലായില്ലോ? അപ്പോഴേ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ കൊച്ച് നേരെ സ്കൂളിൽ ചെന്നു. ടീച്ചർ ചോദിച്ചു, മൈ ഹെഡിൻ്റെ അർത്ഥം പറഞ്ഞോ? പഠിച്ചോ മോളെ? പഠിച്ചു. എന്നാ പറ. ഒരെണ്ണം പറഞ്ഞു, മൈ ഹെഡ് വടക്കേലെ അയ്യപ്പനപ്പൂപ്പൻ്റെ തലയാണ്. എൻ്റെ കുറ്റമാണോ? ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തതാ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിനിപ്പോൾ എന്തിനാ ഒരാൾ ചീത്ത വിളിക്കുന്നത്? ശരിയാ, അതിന് കൊണ്ടൊരു കാരണം. ഒരു ദിവസം ഇയാളുടെ മൂത്ത പുത്രനൊരുത്തനുണ്ട്, അവൻ എപ്പോഴും അങ്ങ് സംശയം. ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു, അപ്പൂപ്പ ഒരു സംശയമുണ്ട്. എന്തോ മക്കളെ? അപ്പൂപ്പ ഈ കമലാസനൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തോന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മക്കളെ കമലം എന്ന് പറഞ്ഞാൽ എന്താണ്? താമര അല്ലയോ? അപ്പം കമലാസനൻ എന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലെ മനോഹരമായ ആസനമുള്ളവൻ കമലാസനൻ, അത്രയേ ഉള്ളൂ. ചെറുക്കന് ഭയങ്കര സന്തോഷമായി. ചെറുക്കൻ ഒരൊറ്റ ഓട്ടം. ചെറുക്കൻ എന്നിട്ട് ഓടിപ്പോയി. എവിടെയാ പോയി? പിറ്റേ ദിവസം അവനെ പഠിപ്പിക്കുന്ന കമലാസനൻ എന്ന് പേരുള്ള ടീച്ചറിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൻ ഇതങ്ങ് പറഞ്ഞു. ടീച്ചർ അവനെ തല്ലിയെന്നോ കോശിയെ വിളിച്ചേതാണ്ടൊക്കെ പറഞ്ഞെന്നോ പറയുന്നത് കേട്ടു. കണ്ടോ വാഴയുടെ ചോട്ടി ഒളിക്കുക. ഞാൻ എന്തോ ഇവിടെ പറയുന്നതെന്നറിയാൻ. ഇതാണ് കാരണം. എടാ കോശിയെ, എടാ മതി കല്ലെടുക്കൊന്നും വേണ്ട. കോശി കല്ലെടുക്കല്ലേ. കല്ലെടുത്തെറിയരുത്. എടീ ദാക്ഷായണിയേ, എടീ വേണ്ടി വിട്ടോടി. കോശി കല്ലെടുത്തെറിയുന്നടി. അയ്യോ